സിദ്ധു ഫോണൊന്നും എടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴും സ്വിച്ച് ഓഫാ. നാട്ടിൽ പാക പ്രശ്നമായിട്ടുണ്ടാവും. കല്യാണ പെണ്ണിനെ കാണാതെ എല്ലാരും നെട്ടോട്ടത്തിലും ആയിരിക്കും. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും അമ്മാവൻ. അവിടെ എന്തോ ആയിക്കോട്ടെ, അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ ഇടയ്ക്ക് എന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ നാട്ടിലെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ പറഞ്ഞേ ഉള്ളൂ. സിദ്ധു വരും അല്ലേ ഗിരിയേട്ടാ? എന്റെ ആഗ്രഹം എന്താണെന്നറിയാൻ എന്റെ വീട്ടുകാർ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അതെങ്ങനെയാ? മനസ്സ് തുറന്നൊന്നും ആ വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ. അതൊരു തരം ജയിലല്ലേ. അനുവാദമില്ലാതെ ഒരു പക്ഷി പോലും ആ വീടിന്റെ മുകളിലൂടെ പറക്കാൻ പാടില്ലെന്നാണല്ലോ അച്ഛന്റെ കൽപ്പന. അത്രയ്ക്ക് പിടിവാശിക്കാരനായ അച്ഛനോട് ഞാൻ എങ്ങനെ എന്റെ ആഗ്രഹം പറയും? സിദ്ധുവിന്റെ കാര്യം അമ്മയോട് പറയാമായിരുന്നു. പക്ഷെ എന്ത് പ്രയോജനം? അമ്മയ്ക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ. സിദ്ധു ഒരു ചതിയനാണെന്ന് ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല ഗിരിയേട്ട, സിദ്ധു ഒരിക്കലും ആരെയും ചതിക്കില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ആളാണ് സിദ്ധു. സിദ്ധുവിന് ഒരിക്കലും എന്നെ ചതിക്കാനാവില്ല. അവൻ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല. എന്റെ ഒരു സംശയമാണ് അത്. ഇനി അമ്മാവനും നകലിനും കൂടെ ഡോക്ടർ എന്തെങ്കിലും? അതിനൊരു സാധ്യതയില്ല. അച്ഛനും ചേട്ടനും സിദ്ധുവിനെ എങ്ങനെ അറിയാനാ? ഞാൻ അതിന് സിദ്ധുവിനെ കുറിച്ച് അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഗിരിയേട്ടനോട് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിനുള്ള വഴിയില്ല. വീട്ടിലും ഇല്ല, ആശുപത്രിയിലും ഇല്ല. നമ്മളിനി എവിടെ പോയി തിരക്കാനാ ഡോക്ടറെ? സിദ്ധു ഇപ്പൊ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലോ? ഗിരിയേട്ടൻ വാ, നമുക്ക് ഒരിക്കൽ കൂടി അമ്പലത്തിലൊന്ന് പോയി നോക്കാം. എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാം. വാ ഗിരിയേട്ട. സോമോട്ടാ, സോമോട്ടാ, ഗിരിയേട്ടൻ എവിടെ? എനിക്കറിയില്ല റാണി. കള്ള പറയരുത്. ഞാൻ ഇവിടെ മുഴുവൻ ഗിരിയേട്ടനെ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. എവിടെ പോയി ഒന്ന് പറയട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല റാണി. ഗിരിയേട്ടൻ എവിടെ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ സോമേട്ടനോട് പറയാതെ പോലെന്നുള്ള ഉറപ്പാ. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നൊരു കാര്യം, ജീവിതത്തിൽ ഇന്നേ വരെ 2 ലിറ്റർ പെട്രോളിൽ കൂടുതൽ അടിച്ചിട്ടില്ലാത്ത ഗിരിയേട്ടൻ ഇന്നലെ എന്നെ കൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടുപ്പിച്ചു. എവിടെയെങ്കിലും ദൂരയാത്ര പോകുന്നുണ്ടോ ഞാൻ ചോദിച്ചതാ. അന്നേരം ഒന്നും മിണ്ടിയില്ല. രണ്ടാമത് ബൈക്കിന്റെ കീ കൊടുക്കാൻ പോയപ്പോഴും ഞാൻ ചോദിച്ചതാ, എന്തിനാ പോകുന്നെന്ന് പറയണ്ട, എവിടേക്കാ പോകുന്നെങ്കിലും പറഞ്ഞൂടെ. അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ഗിരിയേട്ടൻ നല്ല ടെൻഷനിലായിരുന്നു എന്നുള്ള സത്യ. രാവിലെ എഴുന്നേറ്റത് മുതല് ഞാനും ഗിരിയേട്ടൻ അന്വേഷിക്കുക. ഇനിയിപ്പോ ദൂരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാ റാണി മോളെ? അപ്പോ ഗിരിയേട്ടൻ പാർച്ചിച്ചയും കൊണ്ട് ആ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. എന്താ റാണി, എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ തുറന്നു പറഞ്ഞാ അത് നാണക്കേടാവും. അതുകൊണ്ടാ ഇവരെല്ലാവരും ശ്വാസം പിടിച്ച് മിണ്ടാതെ നിൽക്കുന്നെ. അനാവശ്യം പറയരുത്. ഏട്ടത്തി പറഞ്ഞാൽ എന്താടാ തെറ്റ്? നിന്റെ അനിയത്തി ഒളിച്ചോടിയതല്ലാന്ന് നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റോ? നിന്റെ ഈ അച്ഛനും അമ്മക്കും അത് പറയാൻ പറ്റോ? മറുപടി ഇല്ല അല്ലേ? അവൾ ഒളിച്ചോടിയത് തന്നെയാ.
പെണ്ണ് ഒളിച്ചോടിയത് തന്നെ ആയിരിക്കോ? ആരുടെ കൂടെ ഇറങ്ങി പോയതാ? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല. അതെ അതെ, പുറമേ കാണും പോലെയൊന്നും അല്ല, പെണ്ണ് ഒളിച്ചോടിയത് തന്നെ ആയിരിക്കും. പിന്നെ ഒളിച്ചോടുന്നു. അതെ അതെ അതെ, ഒളിച്ചോടിയത് തന്നെയാ. വലിയ തറവാട്ടുകാരാ പെണ്ണ് ഒളിച്ചോടി പോയെന്ന്. നാണക്കേട്. പാർവതി ഒളിച്ചോടി പോയി എന്നുള്ള സത്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയും. ഇത് ഞങ്ങൾ മാത്രമല്ല, ഈ കൂടി നിൽക്കുന്ന എല്ലാവരും സത്യം അറിയട്ടെ. ഇന്ദ്ര മോനെ, വാ, നിങ്ങൾ എല്ലാരും വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. വേണ്ട, അങ്ങനെ മാറി എന്നുള്ള ഒരു സംസാരവും വേണ്ട. ഇത് രഹസ്യമായി നടത്താൻ ഉദ്ദേശിച്ച കല്യാണമൊന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ എന്ത് നടന്നാലും അത് ക്ഷണിച്ചു വരുത്തിയ ഈ ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും അറിയണം. ലീലെ കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. എന്നാലും പാർവതി ഇത് എവിടേക്കാ പോയത്? അതാ ഞാനും ചിന്തിക്കുന്നത്. ഭാഗ്യച്ചോട്ട് ചോദിക്കാന്ന് വെച്ചാ ഇതിനിടെ ഞാൻ എങ്ങനാ ചോദിക്കുന്നേ? ഈ പറയും പോലെ ഒളിച്ചോടിയതാണെങ്കിൽ അവൾ ആരുടെ കൂടെയാവും ഒളിച്ചോടിയത്?